ഇന്ന് ഞാൻ എൻ്റെ ഇതിൽ കുറച്ച് അടയ്ക്കാരം നടുന്നുണ്ട്. അപ്പം അതിൻ്റെ രീതി ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ അടയ്ക്കെടുക്കുമ്പോൾ അതിൻ്റെ തൂക്കം, ആ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് പല അടയ്ക്കും പല തൂക്കമായിരിക്കും. ആ തൂക്കം നോക്കിയിട്ട് നമ്മുടെ പറമ്പിലെ ഏറ്റവും നല്ല അടയ്ക്കാരത്തിൻ്റെയും നല്ല വലിപ്പമുള്ള അടയ്ക്കാരും നല്ല മൂത്ത അടയ്ക്കായിരിക്കും അടയ്ക്കണം കേട്ടോ, പഴുത്ത് നല്ല ഇതായിട്ടുള്ളത്. അങ്ങനത്തെ സെലക്ട് ചെയ്തിട്ട് ആ അടയ്ക്കെടുത്തും കാഞ്ഞ് നമ്മൾ പാവുക. അപ്പോൾ ആ അടയ്ക്കാരത്തിന് കുഴപ്പമില്ല. അപ്പോൾ ഈ പാവം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്, ഞാൻ എൻ്റെ അടയ്ക്കാരൻ എല്ലാം പാവിട്ട് ഞാൻ മുളപ്പിച്ചെടുത്ത സാധനമാണ് കേട്ടോ. അപ്പോൾ ആ പാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാവുന്ന സ്ഥലത്ത് മണ്ണ് കട്ട പിടിക്കാൻ പാടില്ല. അതായത് പശയുള്ള മണ്ണിൽ നടാൻ പാടില്ല. പശയുള്ള മണ്ണിൽ നടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിലെ നമ്മുടെ ചാക്ക് കിട്ടില്ല, പ്ലാസ്റ്റിക് ചാക്കല്ല, ഈ സബോള ചാക്കോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചാക്ക്, അതായത് നൂലിൻ്റെ ചാക്ക് ഇടുന്നുണ്ട്. ആ നൂലിൻ്റെ ചാക്ക് അടിയിലിട്ടിട്ട് അതിൻ്റെ മീതത്തിലുള്ള മണ്ണിട്ടിങ്ങാഞ്ഞിട്ട് നടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരോട്ടത്തിനും നമുക്ക് പറിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഞാൻ അങ്ങനെയാണ് നട്ടത്, അതിൻ്റെ പേരിലാണ് ഞാനത് പറയണത്. അങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷം എന്തായാലും കഴിഞ്ഞിട്ട് പറിച്ച് നടന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ആ തൈകളും കുറച്ച് ഇതായി വളർന്നു കിട്ടും, നമുക്കെല്ലാം കൊണ്ട് നല്ലതാണ്, കേടുപാടുകൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നട്ടിരുന്ന തൈകളാണ് ഈ കാണുന്ന തൈകളൊക്കെ അങ്ങനെ നട്ടിട്ടുള്ളതാണ്. ഇപ്പം നടുന്നത് അങ്ങനെ തന്നെയാണ്. ഒന്നും കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. അപ്പം അതിൻ്റെ നടുന്ന രീതി ഞാൻ പറയാം അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെ നമ്മൾ അടയ്ക്കാരം നടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് അടയ്ക്കാരം പറിച്ച് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയും പറിച്ച് അവിടെ വെച്ചിരിക്കണം. അപ്പോൾ ഓരോന്നേരം കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ നടന്നത് കേട്ടോ. ഇത് നമ്മൾ നട്ട അടയ്ക്കാമരാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ അടയ്ക്കാരം വെച്ചപ്പോൾ ചിലപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തോന്നും ഇതിൻ്റെ ആഴം കുറവായിട്ട് തോന്നും കേട്ടോ. അടയ്ക്കാരം എന്താ ഇത്ര ആഴം കുറച്ചെന്നുള്ളത്. ഞാൻ അങ്ങനെ ഇത്ര ആഴത്തിൽ നടാൻ കാരണം എന്താണ്ട, ഈ മതിൽ ഈ കെട്ടിക്കണണ്ട അതിൻ്റെ ലെവലിൽ മണ്ണ് വരേണ്ടതാണ്. അപ്പം അതിൻ്റെ പേരിലാണ് ഇത് ഇത്ര കുഴി കുറച്ചിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ അടയ്ക്കാമരത്തിനൊക്കെ ഇത് കുഴി എടുക്കുക, ഒരു 2.5 അടി 3 അടി താഴ്ചയിലാണ് എടുക്കാറ്. പക്ഷെ ഇത് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, ഏകദേശം 1 അടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം 2 അടിയോളം മണ്ണിട്ട് പൊങ്ങാനുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇത്ര ആഴം കുറച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാനിത് ചെയ്യണത്, ഇപ്പോൾ ഇത് അടയ്ക്കാരം ഞാനിതിൽ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഈ കരിയില എന്താ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ പറിച്ചത് ഇപ്പം തന്നെ വെച്ചിട്ടല്ലേ ഉള്ളൂ. മണ്ണ് അതിൻ്റെ വേര് ശരിക്കും ഓട്ടം അവിടെ നിന്ന് പറിച്ചിട്ടുണ്ടെന്നപ്പോൾ അതിൻ്റെ ഇതായിട്ടുണ്ട്. അപ്പം ഇനി വേര് കറക്റ്റ് പോകാനായിട്ടും, പിന്നെ ഇപ്പം നല്ല ചൂടുകാല, അപ്പം അതിൻ്റെ കടയ്ക്ക് ചൂടും തട്ടരുത്. ഇതാവുമ്പോൾ നമുക്ക് കടയ്ക്ക് വല്ലാണ്ട് ചൂട് തട്ടില്ല. നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം നനവ് അതിൻ്റെ കടയ്ക്ക് തന്നെ ഉണ്ടാവും. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ചപ്പും ചവറും ഇട്ടിട്ടുള്ളത്. പിന്നെ അത് തന്നെയല്ല, അത് ചീഞ്ഞു കഴിഞ്ഞാൽ അതിന് വളവും കിട്ടും. പിന്നെ വളം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടയ്ക്കാമരത്തിന് വളം ചെയ്യേണ്ടത് ചാരം അല്ലെങ്കിൽ ചാണം. ഇത് രണ്ടും അടയ്ക്കാമരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് വളർന്ന് ഇതൊന്ന് കൂമ്പെടുത്ത് വന്നതിന് ശേഷം നമുക്കത് ചെയ്യാം. അല്ലാണ്ട് ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും വേരോട്ടം ഇട്ടില്ല. അപ്പോൾ വേരോട്ടം കിട്ടിയതിന് ശേഷം നമുക്ക് ചാരം കൂടി ഇടാം. അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഇത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇടാം. ഇതിപ്പോൾ നമ്മൾ മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇടാം. മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേനൽക്കാലല്ലേ, നനച്ച് കൊടുക്കാം. ഈ നനച്ച് കൊടുത്തതിന് ശേഷം വേര് ഓടിയതിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ വളം കൊടുക്കാം. അതിന് ശേഷം ചെയ്താൽ മതി, കാരണം പറിച്ചു വെച്ചതിൻ്റെ പേരിലേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ഗ്യാപ്പൊന്നും ഞാൻ നോക്കിയില്ല. ഇതിൻ്റെ കാലാവസ്ഥയോ അല്ലെങ്കിൽ നടേണ്ട മാസമോ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ നടുമ്പോട്ടാ. അപ്പം ഞാൻ എൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ളതിന് ഞാൻ അങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ദോഷങ്ങൾ സംഭവിച്ചിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തെങ്ങായാലും അടയ്ക്കാമരായാലും വലുതായി വരുമ്പോൾ ഒരു ഇല മുട്ടാൻ പാടില്ല, അത്ര കാലം ആണെന്ന് കാരണന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ നടുമ്പോൾ അങ്ങനെ നോക്കാറില്ല. ചിലപ്പോൾ കുറച്ച് അടുത്ത് വരാറുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു ദോഷമാണ്. ഞാനിപ്പോൾ ഇത് നട്ടത് ഞാൻ കാണിച്ചു തരാം. 5 വർഷമായതാണ് അത് കാച്ചി നിൽക്കുന്നുണ്ട്, കൊല്ലം വന്നിട്ടേ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഇവിടെ നട്ട് ഇത് കഴിഞ്ഞ് നനച്ചു കൊടുക്കുക. വേനൽക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് നനവാണ് കേട്ടോ. അതാണ് അപ്പോൾ നട്ടതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല. അതിന് ഞാനത് നമ്മൾ നട്ട് 5 വർഷത്തെ സാധനം
കാച്ചു നിൽക്കുന്നത് കൂടി കാണിച്ചു തരാം കേട്ടോ. അതും ഇതേ അകലത്തിൽ തന്നെയാണ് ഞാൻ നട്ടിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് കാണാം. ഇതാണ് നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ട് കാച്ച 2 അടയ്ക്കാമരം നിൽക്കുന്നത് കേട്ടോ. 5 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് പാവിട്ടാണെങ്കിൽ 6 വർഷം, പറിച്ചു വെച്ചിട്ട് 5 വർഷം കാച്ച അടയ്ക്കാമരം ഇടാം. ഈ കാണുന്ന അടയ്ക്കാരങ്ങളൊക്കെ ഞാൻ തന്നെ പാവി ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ചെയ്തിട്ടുള്ള അടയ്ക്കാരങ്ങളാണ് കാണുന്നത്. ഇതുകൊണ്ട് കംപ്ലീറ്റ് അവിടെ ഇവിടെ ഒക്കെ ഞാനങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പാവി അടയ്ക്കാരാകുമ്പോൾ നമ്മൾ നല്ല വിളവുള്ള അടയ്ക്കാരെടുത്ത് നോക്കി നല്ല വിത്ത് പാവി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. നല്ലതാണ് നമ്മ പാവി എന്നുള്ളത്. നമ്മൾ വാങ്ങുമ്പോൾ അവര് പറയുന്ന വിശ്വാസം മാത്രമല്ല, അത് എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിന്റെ പേരിലാണ് ഞാൻ തന്നെ സ്വന്തം ചെയ്യണം. നമുക്ക് പൈസ മുടക്കൂല. അപ്പൊ അങ്ങനെ നല്ല അടയ്ക്കായിട്ട് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നട്ടു ഭംഗിയായി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു.